സൂര്യന്റെ ഒരു പുതിയ തമിഴ് സിനിമയാണ് ഗരുഡൻ. നമ്മളെ മലയാളത്തിലും ഉണ്ട്, സുരേഷ് ഗോപി അഭിനയിച്ചിട്ട്. ഇത് വേറെ 2024 ഇറങ്ങിയ ഗരുഡൻ സിനിമ ഉണ്ട്. ഒരു തമിഴ് യൂഷ്വൽ ആക്ഷൻ ഡ്രാമ. ആ ഒരു ഫീൽ ആയിരുന്നു എനിക്ക് തോന്നിയത്. പക്ഷെ യൂഷ്വൽ ആണെങ്കിൽ സൂര്യയുടെ പെർഫോമൻസ് ഈ സിനിമയെ കുറച്ചുകൂടെ സ്പെഷ്യൽ ആക്കുന്നുണ്ട്. നമ്മൾ കോമഡിയൻ ആയിട്ട് കണ്ട ഒരാള് ഹീറോ മെറ്റീരിയൽ ആവുമ്പോൾ അത് വിടുതലയിൽ കണ്ട്, പക്ഷെ ഈ സിനിമയിലേക്ക് വരുമ്പോൾ വേറൊരു ഐറ്റാണ്. ഫുൾ ആക്ഷൻ ആ ഒരു പോക്കിലാണ് പോകുന്നത്. ആക്ഷൻ പക്കായിട്ട് സൂര്യ ചെയ്തിരിക്കുന്നത്. സൂര്യനെ കൊണ്ട് ഫുൾ ഓഫ് ചെയ്യാൻ കഴിയുന്ന രീതിയിൽ പെർഫെക്റ്റ് ആയിട്ട് ചെയ്തിരിക്കുന്നത്. എനിക്ക് ഒരു സ്ഥലത്തും ഒരു കോമഡിയൻ ആയിട്ട് അഭിനയിച്ച ഒരാളാണ് ഈ ആക്ഷൻ ചെയ്യുന്നത് അങ്ങനെ തോന്നിയില്ല. ആ പെർഫോം ചെയ്യുന്ന ആ ഒരു ക്യാരക്ടറിന് ജസ്റ്റിഫൈബിൾ ആയിട്ടുള്ള ആക്ഷൻസ് തന്നെയാണ് സൂര്യ ചെയ്യുന്നത്. പിന്നെ ഇന്റർവെല്ലിലൊക്കെ ഷോട്ട് ഉണ്ട്, കിട്ടുന്ന ഷോട്ടാണ്. അതിലെ ആക്ഷൻ സീക്വൻസിലൊക്കെ സൂര്യനെ കാണുമ്പോൾ ഈസ് എ ഹീറോ മെറ്റീരിയൽ ആ ഒരു ഫീൽ നമുക്ക് തരുന്നുണ്ട് സൂര്യ. സെക്കൻഡ് ഹാഫിൽ അതുപോലെ തന്നെ നല്ല നല്ല ക്യാമറ ഷോട്ട്സ് ഉണ്ട് ഈ സിനിമയിൽ. ചില ഷോട്ടൊക്കെ മീൻസ് ടുവേർഡ്സ് ദ ക്ലൈമാക്സിലേക്ക് വരുമ്പോൾ ഒരു സീൻ ഉണ്ട്, ഒരു വെട്ടുന്ന സീന് ക്ലൈമാക്സിലേക്ക്. അത് ഭയങ്കരമായിട്ട് ഷോട്ട് നമുക്ക് കാണുമ്പോൾ വാ എന്നുള്ള മാതിരത്തെ ഒരു ഫീൽ വരുന്ന ആ ഷോട്ട് മേക്ക് ചെയ്തിട്ടുണ്ട്. അതേമാതിരി തന്നെ ഇന്റർവെല്ലിൽ ഒരു ഷോട്ട് ഉണ്ടാവും, അതേപോലെ നല്ലൊരു ക്യാമറ ഷോട്ട്. പക്ഷെ എനിക്ക് ഈ സിനിമയിൽ സാറ്റിസ്ഫൈബിൾ ആവാത്ത ഒരു തിങ് എന്താ വെച്ചാൽ ആ സിനിമയിലെ ഫൈറ്റ് സീക്വൻസ് മേക്ക് ചെയ്ത് വരും. ആ ഒരു കൊറിയോഗ്രാഫി ഫൈറ്റിന്റെ എനിക്ക് അത്ര അങ്ങോട്ട് ലൈക്ക് ആയില്ല. ചില സീക്വൻസിൽ ഫൈറ്റ് നടക്കുമ്പോൾ ഫൈറ്റ് നടക്കുന്നുണ്ട് ആ ഒരു മൂഡേ എനിക്ക് തോന്നിയുള്ളൂ. അല്ലാണ്ട് ആ ഫൈറ്റ് കാണുമ്പോൾ നമുക്ക് അടിക്കി പൊളിക്കി അങ്ങനത്തെ ആ ഒരു ഫീൽ ഇരുന്നില്ല. എനിക്ക് ഭയങ്കരമായിട്ട് ലാസ്റ്റ് ടൈം കൊറിയോഗ്രാഫി ഇഷ്ടമായ വേറെ സിനിമകളൊക്കെ ഉണ്ട്. പക്ഷെ ആ സിനിമേന്റെ കൂടെ ഒന്ന് കമ്പയർ ചെയ്തില്ല. എന്നാലും പറയാം, ഫൈറ്റ് നടക്കുമ്പോൾ കുറച്ചും കൂടെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ആ ഒരു കൊറിയോഗ്രാഫി മേക്ക് ചെയ്യണമെന്ന് എനിക്ക് തോന്നി. ഫൈറ്റ് സീക്വൻസിലെ ചില ഷോട്ടൊക്കെ യൂഷ്വലി എത്രയോ സിനിമയിൽ കണ്ട പോലെ തന്നെ ഉണ്ട്, വലുതായിട്ട് പുതിയതായിട്ടൊന്നും ഇല്ല എന്നുള്ളൊരു ഫീൽ ചെയ്യുന്നു ആ ഫൈറ്റ് സീക്വൻസ് ആണ്. ബാക്കി അല്ലാത്ത വിധമൊക്കെ പടം ഒരു യൂഷ്വൽ തമിഴ് ഡ്രാമ. നിങ്ങൾ ഈ കുറെ തമിഴ് സിനിമകൾ ഈ ഗ്രാമം സ്റ്റോറി അങ്ങനത്തെ ഒരു വില്ലേജ് ടൈപ്പ് പഴയ സ്റ്റോറീസ് ഒക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ അതിലെങ്ങനെ അടിയും കാര്യങ്ങളും ആ ഒരു ഫാമിലി സെന്റിമെന്റ് ഡ്രാമയൊക്കെ പോകും. അതേ യൂഷ്വൽ സംഭവങ്ങളൊക്കെ തന്നെയാണ്. കാണാത്തതായിട്ട് പുതിയതായിട്ടൊന്നുമില്ല. കുറച്ച് ചതി സംഭവങ്ങൾ അതൊക്കെ വെച്ചിട്ട് ഒരു പടം മോശമൊന്നുമില്ല. പക്ഷെ കണ്ടിരിക്കുക ധൈര്യമായിട്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമായ ഒരു സംഭവം എന്താ വെച്ചാൽ, ഞാൻ തിയേറ്ററിൽ പോയിട്ട് 2.5 മണിക്കൂർ പടം 2.5 മണിക്കൂറിന്റെ അടുത്തുണ്ട്. ആ 2.5 മണിക്കൂർ പോയത് തന്നെ ഞാൻ അറിഞ്ഞില്ല. നല്ല സ്മൂത്ത് ആയിട്ട് ഒരു ലാഗ് ഓടിക്കാണ്ട് 2.5 മണിക്കൂർ പോയി. യൂഷ്വലി നമ്മൾ തിയേറ്ററിൽ പോകുന്നത് ഒരു സിനിമ കാണാൻ അതിനൊക്കെ തന്നെ ആയിരിക്കും, ഒന്ന് എന്റർടൈൻ ആവാനും ആ സമയം പോകുന്ന അറിയാണ്ടിരിക്കാനും. ആ സംഭവങ്ങളൊക്കെ ഈ സിനിമ സാറ്റിസ്ഫൈ ഉണ്ട്. പിന്നെ സൂര്യയുടെ പെർഫോമൻസ് വൈസ് ആണെങ്കിലും ഒക്കെ കിട്ടുന്ന പടം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട് കണ്ടിരിക്കുക. നല്ല രസത്തിൽ ഇങ്ങനെ കണ്ടിരിക്കും, വലിയ ബോറൊന്നും അടിക്കാണ്ട്. ഇനിയിപ്പോ തിയേറ്ററിൽ തന്നെ പോയി കാണണമെന്നില്ല, പക്ഷെ OTT-യിലും കാണാം. പക്ഷെ ആ തിയേറ്ററിൽ ആ ഫസ്റ്റ് ഹാഫ് കഴിയുന്ന ആ ഒരു ഇന്റർവെൽ പോർഷൻ ആണെങ്കിലും ആ ഒരു ക്ലൈമാക്സ് ടുവേർഡ്സ് ക്ലൈമാക്സ് സംഭവങ്ങളൊക്കെ അടിപൊളിയായിരിക്കും. പടം ഒരു തമിഴ് നീറ്റ് ആക്ഷൻ ഡ്രാമയാണ് എന്നോട് ചോദിച്ചാൽ. കാണാൻ താല്പര്യമുള്ളവർക്ക്, അങ്ങനത്തെ പടങ്ങളൊക്കെ ഇഷ്ടമുള്ളവർക്ക് പോയി കാണാൻ ടിക്കറ്റ് എടുക്കാം. അതൊക്കെ തന്നെ ഈ റിവ്യൂക്ക് അടുത്ത റിവ്യൂ കാണാൻ.